പറഞ്ഞാൽ ഞങ്ങൾ ഗാംബ്ലിങ്ങിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരാൾ ഗാംബ്ലിങ്ങിന് അഡിക്റ്റ് ആയ ഒരാൾ ഞങ്ങളെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ആ എപ്പിസോഡ് കണ്ടിട്ട് ഒരു പയ്യൻ അയാൾക്ക് വിളിച്ചിട്ട് പറയാണ്, ഞാൻ തൂങ്ങി മരിക്കുകയാണ്, എനിക്ക് വേറെ വഴിയില്ല. കാസർഗോഡുള്ള ഒരു പയ്യൻ. അപ്പോ ആ പയ്യനെ ഞങ്ങൾ വിളിച്ചു, ഗ്രൂപ്പ് കോൾ ചെയ്തു. അങ്ങനെ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു, പറയുമ്പോ 4 ലക്ഷം 5 ലക്ഷം എങ്ങാനുള്ളൂ. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ കടം വാങ്ങി പൈസ. കാരണം എന്താ പറയുക, തുടക്കത്തില് കുറച്ച് പൈസ കിട്ടും, അത് കിട്ടാൻ വേണ്ടിട്ട് കുറച്ചുകൂടി പൈസ ഇടും, അപ്പൊ നഷ്ടപ്പെടും. പിന്നെ ആ പിടിക്കാൻ വേണ്ടിട്ട് അടുത്ത പൈസ ആൾക്കാരുടെ കടം വാങ്ങിയിടും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങോട്ട് തകർന്ന അവസ്ഥയാണ്. ഏതൊരു ഗാംബ്ലർ എടുത്തു കഴിഞ്ഞാലും അന്ത്യം അങ്ങനെ ആയിരിക്കും. അവൻ എഴുതിയൊരു കത്ത് ഞങ്ങൾക്ക് അയച്ചെന്ന്, ഞാൻ മരിക്കാണ്, എന്നെ കൊണ്ട് ഗാംബ്ലിങ്. വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇതുവരെ. ഒരുപാട് റമ്മി അങ്ങനത്തെ ബെറ്റൊക്കെ കളിച്ചിട്ട് ഇതൊക്കെ ഇവന് കിട്ടുന്നത് എങ്ങനെ, നാട്ടിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട്. ഇത് ഗാംബ്ലിങ് ഒരാൾക്കും ഹെൽത്തി അല്ല. സോ എല്ലാരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയില്ല. ചെറിയ പൈസ ഒന്നല്ല കിട്ടുക, മറ്റു പ്രൊമോഷൻ ചെയ്യുന്നത് കിട്ടുന്നതിന് 10 ഇരട്ടി കിട്ടും. കോടികളാണ് ഇവര് കോൺട്രാക്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട്.